ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മമ്മീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ അളവിൽ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് വെക്കാം. സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, ബീൻസ്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക് ഇടുന്നതാണ്. ഇന്നിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല. ആ പോട്ട് ചൂടാകുമ്പോൾ പിന്നെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കളറൊക്കെ പോകാതെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നെയ്യ് ഒഴിക്കാം. മൊത്തവും നെയ്യ് ഒഴിക്കാൻ ആവശ്യമുള്ളവർക്ക് അതങ്ങനെ ഒഴിക്കാം. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അത് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഈ തക്കാളി ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒരുവിധമൊക്കെ ആയി കഴിയുമ്പോൾ അതിനിടയ്ക്ക് രണ്ടെന്നുള്ള ഉപ്പിടണം, എന്നാലേ വെജിറ്റബിളിന് ഇച്ചിരി ഉപ്പ് പിടിക്കത്തുള്ളൂ. പിന്നെ ഈ തക്കാളി നമുക്ക് ലാസ്റ്റ് ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് വേണം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അതിൻ്റെ കൂടെ കഴുകണം. ആദ്യം തന്നെ അരി കഴുകണം. ഈ ഇതുമാതിരിയുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാകുമ്പോൾ അത് നമ്മൾ കുതിർന്ന് കഴിയാൽ എല്ലാം പൊടിഞ്ഞ് പൊടിയായി പോകും. അപ്പോൾ അതിന് മുന്നേ നമ്മളത് കഴുകി അതിന് ശേഷം അത് അരമണിക്കൂർ വെള്ളത്തിൽ ഇടണം. 10 മിനിറ്റൊക്കെ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ഇട്ടിട്ടും അത് അത്ര അങ്ങോട്ട് കുതിർന്നില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പിന്നെ എടുത്തു. പിന്നെ നമ്മൾ അടുപ്പ് ഇട്ട് കഴിഞ്ഞ് പട്ടയും ഗ്രാമ്പും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടണം. അത് വേണ്ടെന്നുള്ളവരത് ഇടണ്ട. പിന്നെ പട്ട, ഗ്രാമ്പു, പിന്നെ സ്റ്റാർ ഇതൊക്കെ ഇടണം. ഇട്ടതിന് ശേഷം അതൊന്ന് 1/4 വേവാകുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. ആദ്യം ഇടുമ്പോൾ തന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തേക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ചോറ് നമ്മളെടുത്ത് കോരി വയ്ക്കുക. വെള്ളം എല്ലാം സ്ട്രെയിനായി കഴിയുമ്പോൾ വെജിറ്റബിൾ ഞാൻ ലെയറാക്കിയിട്ടാണ് ഇടുന്നത്. ഇട്ടിട്ട് ആ ഒടുവിലൊന്ന് ദമ്മ് പോലെ ആക്കിയിട്ടാണ് പിന്നെ മിക്സ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഇതിനെ പുലാവെന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ എൻ്റെ ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണ്. ഇതെല്ലാം കഴിച്ചിട്ടുള്ളവരെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിക്കൻ വേണമെന്നവർക്ക് എഗ്ഗ് ചേർക്കുന്ന സ്ഥാനത്ത് ചിക്കൻ വേണമെന്നവർക്ക് അത് വേവിച്ചതിന് ശേഷം പിന്നെ എണ്ണയ്ക്കകത്ത് സ്മോൾ പീസസ് ആക്കി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റും. കുരുമുളക് പൊടി ചേർക്കാം. ഞാനിത് ക്വിക്കായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാനിതിനകത്ത് നട്ട്സ് ഒന്നും ഫ്രൈ ചെയ്ത് ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസാണ്. അരിയൊക്കെ അരമണിക്കൂറൊന്ന് വെള്ളത്തിട്ട് കുതിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാം, വെജിറ്റബിളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് എഗ്ഗ് വെച്ചിട്ട് റെഡിയാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്.